അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ മസാലപ്പൊടിൻ്റെ റെസിപ്പി കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ്ട് നിങ്ങൾ ചോദിച്ച സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ മസാല പൗഡറിൻ്റെ റെസിപ്പി തന്നെയാണ്. കണ്ടു നോക്കൂ, ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതുപോലുള്ളൊരു മസാലപ്പൊടിൻ്റെ റെസിപ്പി പിന്നെ നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടൊക്കെ പോകാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ. ചിക്കൻ മസാല പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കൊത്തമല്ലിയാണ്. 50 ഗ്രാമാണ് എടുത്തത് കേട്ടോ, അതായത് ഒരു കപ്പ്. ഈ കപ്പ് അത്യാവശ്യം നല്ല വലുതാണ്. അപ്പോൾ ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്കായിരിക്കണം മല്ലി ഇട്ട് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ല ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വറുത്തെടുക്കുക. ഇനി 1 ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാണ് കേട്ടോ അപ്പം പറയുന്നത്. 2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് വയനലാണ്, ചെറിയൊരു പീസ് മതി കേട്ടോ വയനല. 1 സ്റ്റാർ, അതുപോലെ മഞ്ഞൾ വേണം, പൊടിക്കാത്ത മഞ്ഞളാണ്, അത് 2 എണ്ണം ചെറുത്. പിന്നെ നമുക്ക് പട്ടൻ്റെ ഒരു 3 ചെറിയ പീസ്, ഒരു 5 ഏലക്കായ, ഒരു 8 9 ഗ്രാമ്പു നമുക്കിതിലേക്ക് എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ അണ്ടിപ്പരിപ്പാണ് കേട്ടോ. 50 ഗ്രാം മല്ലിക്ക് 20 ഗ്രാം അണ്ടിപ്പരിപ്പ് നിർബന്ധമായിട്ട് വേണം കേട്ടോ, എന്നാലേ ചിക്കൻ മസാല പൗഡറിന് രുചി ഇരട്ടിയാവുള്ളൂ. അത് എന്തായാലും ഒഴിവാക്കാതെ തന്നെ നിങ്ങൾ ചേർക്കണേ. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ വേണം. എന്നിട്ട് ശരിക്കും ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാകുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ പണിയായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് വേണം. 2 തരം മുളക് ഇവിടെ എടുക്കുന്നുണ്ട്. കാശ്മീരിൻ്റെ മുളകും എടുക്കുന്നുണ്ട്, അതുപോലെ എരിവുള്ള മുളകും എടുക്കുന്നുണ്ട്. രണ്ടും 10 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അത്ര മതി, കാരണം പിന്നെ മല്ലിയൊക്കെ അത്ര അല്ലല്ലോ നമ്മൾ എടുത്തുള്ളൂ. ഇനി 1 കിലോൻ്റെ ആ ഒരു അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കുറച്ച് കൂടുതൽ എടുത്താൽ മതി. 1 കിലോ കൊത്തമല്ലിക്ക് 500 പിന്നെ മുളക് എടുക്കുക, അതുപോലെ തന്നെ കാഷ്നട്ടും അതുപോലെ ആ ഒരു അളവിൽ തന്നെ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് വേണം, അത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത കുരുമുളകാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഞാനൊരു 20-25 മിനിറ്റ്സോളം ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്ത് റെഡിയാക്കിയിട്ടുള്ള മല്ലിൻ്റെ കൂട്ടാണ് കേട്ടോ ഇത്. മുളകും മല്ലിയൊക്കെ ശരിക്കും പൊട്ടി വരുന്ന രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടിച്ചെടുക്കാനും നല്ല എളുപ്പമായിരിക്കും. മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് തണയാൻ വേണ്ടി വെക്കണം. ഇത് ചൂടോടെ കൂടിയിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ, കാരണം അണ്ടിയൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പോൾ ശരിക്കും ഒന്ന് ചൂട് തണയട്ടെ, അതുവരെ നമുക്ക് കാത്തിക്കാം. അപ്പോൾ ഇതാണ്ട് ശരിക്കും ഒന്ന് ചൂട് തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മുഴുവനായിട്ട് ആ ജാറിലോട്ടൊക്കെ പോകില്ല, പകുതിയായിട്ടാണ് നമ്മളിതൊന്ന് പിന്നെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി പൊടിഞ്ഞിട്ടില്ലെങ്കിൽ 1 ടീസ്പൂണ് കല്ലുപ്പോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ കല്ലുപ്പൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ പൊടിച്ചെടുക്കട്ടെ. ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് ചിക്കന് തേങ്ങ അരച്ചിട്ടുള്ള കറി, മുളകിട്ടിട്ടുള്ള കറി, വരട്ടിയത്, ചിക്കൻ വെച്ചിട്ട് എന്ത് തയ്യാറാക്കുമ്പോഴും ഇത് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ഫ്ലേവറായിട്ടുള്ളൊരു മസാലപ്പൊടി തന്നെയാണ്. കാരണം നമ്മൾ പുറത്തുനിന്നും മാർക്കറ്റിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മസാലപ്പൊടിനെക്കാട്ടി രുചി തന്നെ ആയിരിക്കും പുറത്തുനിന്ന് വാങ്ങുന്നതിൽ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാക്കറ്റ് പൊടിക്ക് രുചി കൂടുതലായിട്ട് കിട്ടുന്നതും നമ്മൾ വീണ്ടും പോയിട്ട് പാക്കറ്റ് പൊടി വാങ്ങിയിട്ട് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമല്ലോ. ഇതിൻ്റെ ചേരുവ കറക്റ്റായിട്ട് അറിഞ്ഞെങ്കിൽ പിന്നെ വെറുതെ പാക്കറ്റ് മസാല പൗഡർ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ പൊടിച്ചെടുത്തത് മുഴുവൻ നേരത്തെ നമ്മൾ വറുത്ത ആ ഒരു പാത്രമില്ലേ, ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. പകുതിയല്ലേ നമ്മൾ പൊടിച്ചെടുത്തത്. എന്നിട്ട് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ജാറിലോ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിൽ അങ്ങനെ ആക്കി എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചോളും, മില്ലിലൊക്കെ കൊടുക്കാമല്ലോ. ഇവിടെ നമുക്ക് ആ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റിക്കേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറ്റേത് നമ്മുടെ മിക്സി ചീത്തായി പോകും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. ഇനി ഇത് വെച്ചിട്ടുള്ള നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയും കൂടെ കാണിച്ചു തരാം. അതിലോട്ടേക്ക് നമുക്ക് 2 വലിയുള്ളി എടുത്തിക്കണ്, അതുപോലെ വെള്ളുള്ളി, ഇഞ്ചി ചതച്ചത് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, അതുപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന കടായിലോട്ടേക്ക്
1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് കറിവേപ്പില പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിയും വെള്ളുള്ളിയും കൂടെ ഇതിലോട്ടേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറി ആയതുകൊണ്ട് പിന്നെ ചേരുവൊക്കെ കുറച്ച് മതി കേട്ടോ. അതായത് വെള്ളുള്ളി, ഇഞ്ചി, വലിയുള്ളി എല്ലാം കുറച്ച് മതി. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ രീതിക്കുള്ള കറീൻ്റെ ആ ഒരു രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം മുളകിട്ടതാണെങ്കിൽ കുറച്ച് അധികം വെക്കുക. തേങ്ങ അരച്ചിട്ടുള്ളതാണെങ്കിൽ 2 വലിയുള്ളിയും പിന്നെ 2 തക്കാളിയും അത്രയൊക്കെ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതിപ്പോൾ 1 കിലോൻ്റെ ചിക്കൻ ഉണ്ട്, പക്ഷെ അത് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നൊന്നുമില്ല. നമുക്കിവിടെ ആവശ്യത്തിനനുസരിച്ചുള്ള ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു നേരത്തേക്കുള്ള കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് നമുക്കിത് ധാരാളമാണ്. ബാക്കിയുള്ള ചിക്കന് ഫ്രിഡ്ജിലോട്ടൊക്കെ തന്നെ അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. കറിക്ക് അനുസരിച്ചിട്ടുള്ള രീതിക്ക് തന്നെ കട്ട് ചെയ്തോളൂ കേട്ടോ. കറി പീസ് കട്ടിങ് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ചെറിയ പീസായിട്ട്. അതുപോലെ ഉരുളക്കിഴങ്ങ് 1 എടുത്തത്, അത് ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്, ക്യൂബ്സ് ആക്കിയിട്ട്. അപ്പോൾ ഈ ചിക്കനൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് കട്ട് ചെയ്തിടുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ 1-2 വെള്ളത്തിൽ അങ്ങനെ കഴുകുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റി വെച്ച ആ ഒരു ഉള്ളിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, കാരണം നമ്മുടെ ആ പൊടിയിൽ ഓൾറെഡി ഉണ്ടല്ലോ. ഇനി നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ മസാല പൗഡർ 2 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വേവാനായിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി വരുമല്ലോ, അപ്പോഴത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പം നമ്മുടെ ഈ ഒരു മസാലപ്പൊടി നമുക്കിത് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ഒന്നും ആവുമൊന്നുമില്ല, ശരിക്കും വറുത്തെടുത്തതല്ലേ. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് വേണ്ടത് തേങ്ങൻ്റെ പൊടിയാണ്. തേങ്ങാപ്പൊടി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുക. ഞാനിപ്പോഴും തേങ്ങാപ്പൊടിയാണ് അങ്ങനെ എടുക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അതൊരു 2-3 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ ഒന്ന് കലക്കുക. അതിനുശേഷം ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഈ ഒരു പാലൊഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ തേങ്ങ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തേങ്ങ അരച്ച് കട്ടിക്കുള്ള പാലായിരിക്കണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. തേങ്ങ അരച്ചത് അങ്ങനെ തന്നെ നേരിട്ടിട്ട് ചേർക്കാതെ പാൽ വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ, അത് മറക്കരുത്. ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ ശരിക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു തിള വന്നപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എരിവ് കുറവാണ് കേട്ടോ. അപ്പോൾ എരിവ് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ അങ്ങനെ കീറിയിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു പൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് എല്ലാത്തിൻ്റെ കൂടെ പൊളി കോമ്പിനേഷനാണ്. അതായത് നമ്മുടെ നെയ്ച്ചോറ്, നേരിയപ്പത്തിരി, പുട്ട്, ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒരു മസാലപ്പൊടി നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എന്ത് എളുപ്പത്തിലാണ് ചിക്കൻ കറി റെഡി ആകുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇനി മുളകിട്ട കറി തയ്യാറാക്കുകയാണെങ്കിൽ പിന്നെ കാശ്മീരി മുളകും പൊടി മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക. വരട്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഇതും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വരട്ടിയതും റെഡിയാണ് കേട്ടോ. എന്ത് ചിക്കൻ കറി തയ്യാറാക്കുമ്പോഴും ഈ ഒരു മസാലപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഇനിയും നിങ്ങൾക്ക് നല്ല മസാലപ്പൊടിൻ്റെ എന്തെങ്കിലും റെസിപ്പി വേണമെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.